യേശുക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലെ നിർണായകമായ പല സംഭവങ്ങൾക്കും യേശു പ്രവർത്തിച്ച ഒരുപാട് അത്ഭുതങ്ങൾക്കും സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഗലീലയിലെ കഫർനാം. യേശു ജനിച്ചു വളർന്ന സ്വന്തം പട്ടണം എന്നാണ് സുവിശേഷകന്മാർ അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. കർത്താവിൻ്റെ ആദ്യ ശിഷ്യന്മാരായ പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും ജന്മനാടും കഫർനാമാണ്. സാബത്ത് ദിവസം യേശു അവിടുത്തെ സിനഗോഗിൽ പോവുകയും മിക്കപ്പോഴും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവിടുത്തെ സിനഗോഗിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും കഫർനാമിൽ കാണാവുന്നതാണ്. കൂടാതെ പത്രോസിൻ്റെ ഭവനത്തിൻ്റെ മുകളിൽ പണിതുയർത്തിയ ഒരു ദേവാലയം ഇന്നിവിടെയുണ്ട്. യേശുവിൻ്റെ പ്രബോധനം കേൾവിക്കാരുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായ മാറ്റത്തിന് കാരണമായി തീർന്നു. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അധിഷ്ഠിതമായ അധികാരത്തോടു കൂടിയുള്ള പ്രബോധനമായിരുന്നു അവിടത്തേത്. സിനഗോഗിലെ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ സുഖമാക്കിയ അത്ഭുത പ്രവൃത്തിയിൽ ശ്രദ്ധേയമായൊരു വൈരുദ്ധ്യം കാണാം. യഹൂദ പ്രമാണികൾ യേശുവിൻ്റെ ദൈവത്വം തിരിച്ചറിയാതിരുന്നപ്പോൾ പിശാചുക്കൾ അത് എല്ലാവരുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നു. നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. എന്നാൽ യേശുവിൻ്റെ ജോലിയും തങ്ങളുടെ ജോലിയും വ്യത്യസ്തമാണെന്നും അതിനാൽ തങ്ങളുടെ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കരുതെന്നും അവർ യേശുവിനോട് ആവശ്യപ്പെടുന്നു. ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം അതെ എന്നാണ്. വിശുദ്ധ യോഹന്നാൻ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതുന്നു: പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ക്രിസ്തുശരായ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും യേശു നൽകുന്ന ആധികാരികത ഉണ്ടായിരിക്കണം. പ്രസംഗത്തിലൂടെ വലിയ അറിവ് പകരാൻ പലർക്കും കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ അത് മാനസാന്തരത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും നയിക്കപ്പെടുമ്പോഴാണ് അധികാരം ഉള്ളതായിത്തീരുന്നത്. അതുപോലെ നമ്മുടെ ശാരീരികവും ആത്മീയവുമായ എല്ലാ ബന്ധനത്തിനുള്ള പരിഹാരവും യേശുവിലുണ്ട്. യേശുവിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമുക്ക് നമ്മുടെ ജീവിതം വീണ്ടും തുടങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.